ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെല്ലാരും കാണാൻ നല്ല എനർജറ്റിക് ആയിട്ടാണല്ലോ ഇരിക്കുന്നേ. എന്തിനാ താങ്ക് യു പറഞ്ഞത്? ഓ അങ്ങനെ. അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാ സമയം എനർജറ്റിക് ആണോ? അത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് മാത്രാണോ? വീട്ടിൽ ഭയങ്കര എനർജറ്റിക്കാ ആണോ? ഉറപ്പായിട്ടും പിന്നെയോ? ചില സമയത്ത് ഉറക്കം തോന്നും. ഇപ്പൊ ഏകദേശം ഉറക്കം തൂങ്ങിയ മട്ടിലൊക്കെ ഇരിക്കുന്നത്. എനർജറ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറഞ്ഞതാണ്. എന്നാലും ഓക്കെ, നിങ്ങൾ എല്ലാവരും എനർജറ്റിക് ആണ്. ഓക്കെ, സമ്മതിച്ചു. അപ്പോ ഇനി ഞാൻ കാര്യം ചോദിക്കാം. വീട്ടിൽ നിങ്ങൾ എങ്ങനെ എനർജറ്റിക് ആണോന്ന് ഞാൻ നേരത്തെ ചോദിച്ചു അല്ലേ? അപ്പൊ ഈ എക്സാമിന്റെ സമയത്തൊക്കെ നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കുമോ? അല്ലല്ല, തീരെ പറ്റൂല. ടെൻഷൻ ആയിരിക്കും. പിന്നെയോ? ഫുൾ ടൈം പഠിത്തായിരിക്കും. പിന്നെ എന്തൊക്കെയോ കയറ്റി വെച്ചിരിക്കുകയാണോ? ഓ, വീട്ടിൽ അത്രയും സ്ട്രിക്റ്റ് ആണോ നിങ്ങൾക്ക്? ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു കണക്ഷൻ എല്ലാം മാറി. ഓ, അപ്പൊ ഫുൾ നിങ്ങൾ ടെൻസ്ഡ് ആണ്. മതി. നിങ്ങൾക്ക് എനർജറ്റിക് അല്ല എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായിപ്പോ. എല്ലാം ശരിക്കും എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ഇങ്ങനെ ടെൻഷൻ വരുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ മൂഡ് മാറുമ്പോഴും ഒക്കെ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഒരു നല്ലൊരു എനർജി നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഗെയിമിലൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഗെയിം കളിക്കാൻ റെഡിയാണോ? റെഡിയല്ലേ? ഓക്കെ, ഗെയിമിന്റെ റൂൾസ് സിസ്റ്റർ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങളും കേൾക്കണം കേട്ടോ. ഇവർ തെറ്റിക്കുന്നുണ്ടോ നിങ്ങളാ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റൂൾസ്. ഇങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, കുറേ പേപ്പർ ഗ്ലാസ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മാക്സിമം എനർജി എടുത്ത് ഒരൊറ്റ ശ്വാസം കൊണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിന്ന് നിങ്ങളുടെ പാകത്തിന് നിങ്ങൾക്ക് ഊതാൻ പറ്റിയ അതിൽ നിൽക്കണം. എന്നിട്ട് ഒറ്റ ഒരു ശ്വാസം എടുക്കാൻ പറ്റുള്ളൂ. ഒറ്റ ഒരു ശ്വാസം എടുത്തിട്ട് ആ ശ്വാസത്തിൻ്റെ ശക്തിയോടെ നിങ്ങൾ ഊതണം. ആ ഊതുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം എത്ര പേപ്പർ ഗ്ലാസ് താഴേക്ക് വീഴിക്കാവോ അത്രയും പേപ്പർ ഗ്ലാസ് നിങ്ങൾ ഒറ്റ ഒരു ശ്വാസം കൊണ്ട്. മനസ്സിലായില്ലേ? റൂൾസ് എല്ലാ ടെസ്റ്റ് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ആദ്യം കളിക്കുന്നത്? മാക്സിമം എനർജി എടുക്കണം കേട്ടോ. ഓക്കെ, ഒറ്റ ഒരു ഊതാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാ ജയിച്ചു തുടങ്ങിക്കോ. ഓശോ, കഷ്ടായിപ്പോയി. ഇനി എന്ത് ചെയ്യണം? പറ്റാനില്ല അല്ലേ? അപ്പൊ നീ എന്ത് ചെയ്യാ? കുറച്ചും കൂടെ ശ്വാസം എടുത്തിട്ട് ഊതിക്കോട്ടോ. ഗ്ലാസ്സിനൊരു അനക്കം പോലും ഇല്ല. അന്നാണ് ടെസ്റ്റ് ഒന്ന് ഊതി നോക്കിയേ. പോരാ വന്ന ആർക്കും എനർജി ഇല്ല കേട്ടോ. ഞാൻ പറയാം. നിങ്ങൾ പോയിരിക്കേ. സ്റ്റീഫൻ വാ. ഓക്കെ, സ്റ്റീഫൻ ഒന്ന് സ്റ്റീഫൻ മാക്സിമം എനർജി എടുത്തിട്ട് ഊതണം കേട്ടോ. ഓക്കെ, കുറച്ചും കൂടെ അടുത്ത് നിന്ന് ഊതിക്കും. സ്റ്റീഫൻ കഷ്ടപ്പെട്ട് ഒരു ഗ്ലാസ് താഴെ വീഴ്ച്ചു. ഇനി ആരാ വരുന്നേ? സ്റ്റീഫൻ പോയിരുന്നു. ഞാൻ വിളിക്കും. അന്നൊരു കാര്യം ചെയ്യാ, അച്ചുവാ, അച്ചുവിനൊന്ന് പ്രോത്സാഹിപ്പിച്ചേ.
മാക്സിമം എനർജി എടുക്കണം അച്ചു. ഓ അച്ചു 2 ഗ്ലാസ്. ഇനി മതി, നമുക്ക് ഏകദേശം മനസ്സിലായി അല്ലേ ഗെയിം എന്താന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇതില് ആരാ അപ്പോ ജയിച്ചത്? ആരാ? അച്ചു ആണ് ജയിച്ചത് അല്ലെ. രണ്ടാമതായിട്ട് വന്നത് സ്റ്റീഫനാണ് വന്നത്. അന്ന് നമുക്ക് ചോദിക്കാം അച്ചുവിനോടും സ്റ്റീഫനോടും എന്താണ് ഊതിയപ്പോ അവർക്ക് എന്താ തോന്നിയെന്ന്. ആദ്യം ആരെ വിളിക്കണ്ടേ? അച്ചുവാ. അച്ചുവിന് എന്താണ് ഈ ഗെയിം കളിച്ചപ്പോ തോന്നിയത്? മാക്സിമം എൻ്റെ കയ്യിലുള്ള മൊത്തം ഊതിട്ടാ ഞാനത് ഓക്കെ. അപ്പം മാക്സിമം അച്ഛന് മാക്സിമം എനർജി എടുത്തിട്ടാണ് എന്ത് ചെയ്തത്? ഊതിയ 2 ഗ്ലാസ് അച്ചു താഴെ വീഴിച്ചത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി അച്ചു പോയിരുന്നു. സ്റ്റീഫൻ എന്താ തോന്നിയ? സ്റ്റീഫൻ വാ. ഊതാൻ ഭയങ്കര ഈസിയാന്ന് തോന്നി. ആദ്യം കണ്ടപ്പോ ഭയങ്കര ഈസിയാണ്, എനിക്ക് ഭയങ്കര എനർജിയാന്നൊക്കെ സ്റ്റീഫൻ അഹങ്കരിച്ചായിരുന്നു. എന്നിട്ട് പിന്നെ മനസ്സിലായ ടഫാണ്. ഊതി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എന്ത് ടഫാന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കാതിരുന്നത്, ബാക്കിയുള്ളവരും കൂടെ ഊതി കഷ്ടപ്പെടണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ഓക്കെ, പോയിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി അല്ലേ? നമ്മുടെ ശരീരത്തിന് നല്ല എനർജി ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ കാര്യം നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം ശരീരത്തിന് എനർജി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും. നല്ല പ്രോട്ടീനും ഒക്കെയുള്ള ഭക്ഷണമൊക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തിന് എനർജി ഉണ്ടാവും. ഇനി മനസ്സിന് എനർജി കിട്ടിയാണ്. നോക്കിക്കേ, നമുക്ക് ശരീരത്തിന് നല്ല എനർജി ഉണ്ട്, പക്ഷെ മനസ്സ് മുഴുവൻ മൂടിയായി ഗ്ലൂമിയായി ആകെ സങ്കടമായിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മുടെ മനസ്സിന് എനർജി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ജിയോക്ക് എന്തോ കാര്യമായിട്ട് പറയാനുണ്ട്. ജിയോ പറഞ്ഞോളൂ. വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയാണ്. ജിയോ ഉത്തരവും പറഞ്ഞു കേട്ടോ. നമ്മുടെ മനസ്സിന് വേണ്ട ഒരു എനർജി കിട്ടണത് എവിടെ നിന്നാ? നിങ്ങൾ ഇത്രയും എന്താ പറയാ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ചോദിക്കുന്നതിന് മുമ്പേ ഉത്തരം പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ വിശുദ്ധ കുർബാനയാണ്. അതായത് നമുക്കറിയാം ആത്മാവിന് നമുക്ക് എന്ത് വേണം? ഭക്ഷണം വേണം. അപ്പോൾ നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു എനർജി എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? നമ്മുടെ പ്രാർത്ഥനയിലൂടെ. അപ്പോൾ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നതാണ് എന്ത്? വിശുദ്ധ കുർബാന. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേര് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരുണ്ട്? എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവര് ഇരിക്കുന്നവരെല്ലാവരും കൂടെ നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. ഓക്കെ, അപ്പൊ കൈതാത്തിയോ. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവര് ഇതൊക്കെ അറിഞ്ഞിട്ടാണോ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നേ? എൻ്റെ ആത്മാവിന്റെ എനർജിയാണ് വിശുദ്ധ കുർബാന എന്നൊക്കെ അറിഞ്ഞിട്ടാണോ പോകുന്നേ? ആണ്, അറിഞ്ഞു പോകുന്നവരുണ്ട് അല്ലെ? അപ്പം ഈ എല്ലാ ദിവസവും പള്ളിയിൽ പോയി നമ്മുടെ ജീവിതത്തിന് വേണ്ട, അതായത് നമ്മുടെ ഓരോ അനുദിന ജീവിതത്തിന് വേണ്ട എനർജി ഓരോ ദിവസവും സ്വീകരിക്കുന്നതാണ് എന്തിലൂടെ? വിശുദ്ധ കുർബാനയിലൂടെ. അപ്പോൾ ഇനി നമുക്കൊരു തീരുമാനം എടുക്കണം. ഈ ഗെയിം വെറും ഒരു എനർജി എത്രത്തോളം ഉണ്ടെന്ന് അറിയാനുള്ള ഗെയിം ആണെങ്കിൽ പോലും ഈ ഗെയിമിലൂടെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? നമ്മുടെ മനസ്സിനും ശരീരത്തിനും വേണ്ട എനർജി എന്തിൽ നിന്ന് കിട്ടണം? നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടണം. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പ്രഭാതത്തിലും വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പങ്കെടുക്കണം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരും ഇന്നൊരു തീരുമാനം എടുക്കണം. നമ്മുടെ ശരീരത്തിനും കിട്ടുന്ന എനർജി പോലെ തന്നെ നമ്മുടെ ആരും വളരണം, ആത്മാവും വളരണം അല്ലേ? The energy is love and this energy is everything. അതെ, ഈ എനർജിയാണ് നാം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന. കൂദാശകളുടെ കൂദാശയായ വിശുദ്ധ കുർബാനയെ കുറിച്ച് ആഴത്തിൽ അറിയാൻ ഈ സെഗ്മെന്റ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരും പറഞ്ഞു വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോവാറുണ്ട്, പിന്നെ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് ഇല്ലേ? പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം അലസമായിട്ടാണ് ചിലപ്പോൾ നിങ്ങളൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ നിൽക്കുന്നേ. സത്യമല്ലേ? അങ്ങോട്ട് നോക്കി ചിലപ്പോൾ നിൽക്കും, ചിലപ്പോൾ ഇങ്ങോട്ട് നോക്കി, ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക ഒരു കാലുമ്പോൾ വേറൊരു കാല് കയറ്റി വെച്ച് നിൽക്കും അല്ലേ? ഞാൻ സിസ്റ്റർമാർ തന്നെ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പള്ളിയിൽ നിന്നിട്ട് സിസ്റ്റർമാർ വന്നിട്ട് ചിലപ്പോഴൊക്കെ മാറ്റി നിർത്താറുണ്ട്. മോനെ നേരെ നിൽക്കും, മോളെ നേരെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് കൈ ഊപ്പി പിടിക്കുന്നത്. ചിലരുടെ കൈയൊക്കെ ഇങ്ങനെ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ കൈ തലയിലായിരിക്കും. അങ്ങനെ കുറേ എന്താ പറയുക വിക്രാസങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് ചിലപ്പോൾ കുർബാനയിൽ നമ്മൾ നിൽക്കാറുണ്ട് അല്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പം നമ്മൾ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന
അതിൽ എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ? ഇല്ല. അലസമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താല് ഇല്ല. ഇല്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഒരു കാര്യം നമ്മളിങ്ങനെ ശ്രദ്ധയില്ലാതെ ഇഷ്ടമില്ലാതെ പങ്കെടുക്കുന്ന? എന്തുകൊണ്ടായിരിക്കും? അതിന് നമ്മുടെ ജീവിതത്തിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട്, പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിന് വലിയ പ്രാധാന്യമൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് എന്ത്? വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന. അപ്പോൾ ഈ വിശുദ്ധ കുർബാന എന്താണെന്നും ഇതിൻ്റെ നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ കുർബാനയുമായിട്ടുള്ള ബന്ധം എന്താണെന്നും ഈ ഈശോ യഥാർത്ഥത്തിൽ ഇന്നും നിലനിൽക്കുന്നവനാണ് ഈശോ എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇനി ഇവിടെ കാണിക്കുന്ന വീഡിയോ നിങ്ങളെ സഹായിക്കും. വെറുമൊരു ചടങ്ങ് പോലെ ബലിയർപ്പിച്ച കായേന്റെ ബലിയിൽ ദൈവം സംപ്രീതനായില്ല. തനിക്കുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചതെടുത്ത് ആബേൽ സമർപ്പിച്ച ബലിയിൽ ദൈവം സംതൃപ്തനായി. ഗലീലി കടലിന്റെ മറുകരയിലേക്ക് ഈശോ പോകുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം തന്നെ അനുഗമിക്കുന്നുണ്ടെന്ന് ഈശോ കണ്ടു. യേശു പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്നും അപ്പം വാങ്ങും? ശിഷ്യന്മാർ മുഖത്തോട് മുഖം നോക്കി. 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ഈശോ അപ്പം വാഴ്ത്തി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വിഭജിച്ചു. പുരുഷന്മാർ തന്നെ 5000 പേരുണ്ടായിരുന്നു, സ്ത്രീകൾ വേറെയും. എല്ലാവരും ഭക്ഷണം കഴിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പം മാത്രം 12 കുട്ടയുണ്ടായിരുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യർ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. തന്റെ മരണത്തിലൂടെ മാത്രമേ മാനവരാശിയുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടാൻ സാധിക്കൂവെന്ന് ഈശോ മനസ്സിലാക്കി. തനിക്ക് സംഭവിക്കുവാനിരിക്കുന്ന അതിദാരുണമായ മരണത്തിന്റെ കാലച്ചുകൾ ഈശോ കേട്ടു. താനേറെ സ്നേഹിക്കുന്നവരെ വിട്ടുപോകാറായി എന്ന യാഥാർത്ഥ്യം ഈശോ അറിഞ്ഞു. മനുഷ്യകുലത്തിന്റെ പാപക്കറകൾ തുടച്ചെടുക്കുന്നതിന് തന്റെ രക്തബലി തന്നെ വേണം. തന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടമാണ് താൻ നിറവേറ്റേണ്ടത്. അവസാനത്തെ പെസഹ ഒരുക്കി ശിഷ്യന്മാരോടൊപ്പം ഈശോ ഇരുന്നു. വിനീതദാസനെ പോലെ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഒരുതരം ആത്മനിർവൃതിയോടെ ഗോതമ്പപ്പവും എടുത്ത് ആശീർവദിച്ചിട്ട് പറഞ്ഞു, ഇത് എന്റെ ശരീരമാകുന്നു. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പിന്നീട് വീഞ്ഞെടുത്ത് വാഴ്ത്തി പറഞ്ഞു, ഇത് എന്റെ രക്തമാകുന്നു.
വാങ്ങി പാനം ചെയ്യുവിൻ. ഗോതമ്പപ്പത്തിലേക്കും മുന്തിരിവീഞ്ഞിലേക്കും സ്വയം ആവാഹിച്ച് അത്രമാത്രം ചെറുതായി വരും തലമുറയ്ക്ക് വേണ്ടി നിത്യജീവന്റെ ഭക്ഷണമായി ഈശോ മാറുകയാണ്. കാൽവരി മലയിൽ അരങ്ങേറിയ രക്തബലി ഇന്നും ഓരോ വിശുദ്ധ കുർബാനയിലും സംഭവിക്കുന്നുണ്ട്. അപ്പവും വീഞ്ഞും ഓരോ ദിവ്യബലി മധ്യേയും ഈശോയുടെ തിരുമാംസരക്തങ്ങളായി മാറുന്നുണ്ട്. ഇറ്റലിയിലെ ലാഞ്ചനോ എന്ന സ്ഥലത്തെ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ വിശുദ്ധ ബേസിലിന്റെ സന്യാസ സഭയിൽപ്പെട്ട ഒരു വൈദികൻ ദിവ്യബലി അർപ്പിക്കുകയായിരുന്നു. ബലിമധ്യേ അപ്പവും വീഞ്ഞും മാംസരക്തങ്ങളായി മാറുന്നത് വൈദികൻ കണ്ടു. 1310 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ലാഞ്ചനോ ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള മാംസരക്തങ്ങൾ കേടുകൂടാതെ ഇരിക്കുന്നു. ഈശോയുടെ തിരു ശരീരം പരിശോധിച്ചപ്പോൾ അവിടെ കാണാൻ സാധിച്ചത് ഇന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ കാണുന്ന പേശിയുടെ യഥാർത്ഥ രൂപമാണ്. മനുഷ്യരിലെ ഹൃദയപേശി പരിശോധിച്ചാൽ അതിൻ്റെ ചിത്രമാണ് ഈ പുസ്തകത്തിൽ, ഈ മെഡിക്കൽ ഗ്രന്ഥത്തിൽ നാം കാണുന്നത്. വളരെ നീളത്തിലുള്ള സെല്ലുകളാണ് കാർഡിയക് സെൽസ്. ആ സെൽസ് അഭംഗുരം, യാതൊരു പ്യൂട്രിഫിക്കേഷനും ഇല്ലാതെ അങ്ങനെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത്രയും നൂറ്റാണ്ടുകളായിട്ടും ഹൃദയത്തിൻ്റെ പേശികൾക്ക് യാതൊരു പ്യൂട്രിഫിക്കേഷൻ സംഭവിക്കാതെ അതിലുള്ള ഇലക്ട്രോലൈറ്റ്സ്, സോഡിയം, പൊട്ടാസ്യം, നൈട്രൈറ്റ്സ് തുടങ്ങിയ മറ്റൊരു ഘടകങ്ങളും നഷ്ടപ്പെടാതെ വളരെ ഫ്രഷ് ആയ ഒരു ഹൃദയത്തിൻ്റെ കോശങ്ങൾ അവിടെ കാണാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ ബിരുദധാരിയായ എനിക്ക് പോലും യഥാർത്ഥത്തിൽ അത്ഭുതം തോന്നുകയാണ്. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടു അല്ലേ? ശ്രദ്ധിച്ച് കണ്ടോ? കണ്ടു. നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് വിശുദ്ധ കുർബാന, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നൊക്കെ മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ ഓരോ നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓരോ വിശുദ്ധ കുർബാനയിലും സംഭവിക്കുന്ന എന്താണ്? ഈശോയുടെ ജനനം മുതലേ ഈശോയുടെ ജനനം, പരസ്യ ജീവിതം, പീഡാസഹനം, പിന്നെയോ കുരിശുമരണം, ഈശോയുടെ ഉദ്ധാനം, അങ്ങനെ ഈശോയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളുമാണ് വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. നമുക്ക് ഇനി മുതൽ എന്ത് ചെയ്യണം? ഈശോയ്ക്ക് വേണ്ടി ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെയ്യാം അല്ലേ? ഈശോ എത്രമാത്രം നമുക്ക് വേണ്ടി സഹിച്ചത് അല്ലേ? നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈശോ പീഡകൾ സഹിച്ചു, മരിച്ചു. അപ്പോൾ നമ്മൾക്ക് വേണ്ടി എത്രമാത്രം ഈശോ സഹിച്ചു. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? അല്പം ത്യാഗമൊക്കെ സഹിച്ച് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകാൻ നോക്കാം അല്ലേ? ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കും കുർബാനയ്ക്കുമൊക്കെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിനും എളുപ്പമായിരിക്കും, പഠിക്കാനും സാധിക്കും. എന്നാൽ നമുക്ക് ഈ സന്തോഷം ഈശോയോടൊപ്പം പാടി ആഘോഷിച്ചാലോ? അപ്പൊ നമുക്കൊരു പാട്ട് പഠിച്ചാലോ? ഇഷ്ടാണോ? അപ്പൊ നമുക്ക് പാട്ട് പാടി, ഞാൻ പാടിത്തരാം കേട്ടോ. ഓക്കെ, പാടി തരുമ്പോ നിങ്ങള് ഏറ്റുപാടില്ലേ? അപ്പം ശ്രദ്ധിച്ചിരുന്നേ. പള്ളിക്കടുത്താണ് എൻ്റെ വീട്, വീട്ടില് പ്രാർത്ഥന എന്നുമുണ്ട്. പള്ളിയിൽ പോവുക ശീലമാണ്, പ്രാർത്ഥന എന്നും ഒരു ഊർജമാണ്. പള്ളിക്കടുത്താണെന്റെ വീട്, വീട്ടില് പ്രാർത്ഥന എന്നുമുണ്ട്. പള്ളിയിൽ പോവുക ശീലമാണ്,
ശീലമാണ് പ്രാർത്ഥന എന്നും ഒരു ഊർജമാണ്. സ്കൂളിലെ കൂട്ടുകാർക്കെല്ലാവർക്കും ഞാൻ ഈശോയുടെ സ്നേഹം പകരാറുണ്ട്. സ്കൂളിലെ കൂട്ടുകാർക്കെല്ലാവർക്കും ഞാൻ ഈശോയുടെ സ്നേഹം പകരാറുണ്ട്. സ്കൂള് കഴിഞ്ഞെത്തി വന്ന ശേഷം വീട്ടിലെ ജോലികൾ ചെയ്യാറുണ്ട്. സ്കൂള് കഴിഞ്ഞെത്തി വന്ന ശേഷം വീട്ടിലെ ജോലികൾ ചെയ്യാറുണ്ട്. പ്രാർത്ഥന ചൊല്ലി പഠിക്കുമ്പോഴും നാഥനമീശോയൻ കൂടെയുണ്ട്. പ്രാർത്ഥന ചൊല്ലി പഠിക്കുമ്പോഴും നാഥനമീശോയൻ കൂടെയുണ്ട്. പള്ളിക്കടുത്താണ് എൻ്റെ വീട്, വീട്ടില് പ്രാർത്ഥന എന്നുമുണ്ട്. പള്ളിയിൽ പോകുക ശീലമാണ് പ്രാർത്ഥന എന്നും ഒരു ഊർജമാണ്. പള്ളിയിൽ പോകുക ശീലമാണ് പ്രാർത്ഥന എന്നും ഒരു ഊർജമാണ്. പള്ളിക്കടുത്താണ് എൻ്റെ വീട്, വീട്ടില് പ്രാർത്ഥന എന്നുമുണ്ട്. പള്ളിയിൽ പോകുക ശീലമാണ് പ്രാർത്ഥന എന്നും ഒരു ഊർജമാണ്. പള്ളിയിൽ പോകുക ശീലമാണ് പ്രാർത്ഥന എന്നും ഒരു ഊർജമാണ്. ലല്ലാ 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 ലലലല്ലാ ലല്ലാ 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 ലലലല്ലാ ലല്ലാ 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 ലലലല്ലാ ലല്ലാ. എന്തിനു വേണ്ടിയാ നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? ആ, ഗെയിം കളിക്കാൻ വേണ്ടിയാ നോക്കിയിരിക്കുന്നത്. എൻ്റെ പേരൻസൊക്കെ വഴക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റയാണെന്ന് വിചാരിച്ചു പോവും. ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഒറ്റയാണെന്ന് വിചാരിച്ചാലും പക്ഷേ ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്ന്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പാട്ട് ഇഷ്ടമല്ലേ?